പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രതിനിധി ഷരീഫും കൂടി ചേരുകയാണ്. ആദ്യം ശ്രീ ഹാരിസ്, പല നിലക്കുള്ള പ്രയാസങ്ങൾ ഈ സമയം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും അതിജീവിച്ചവരായ ദുരന്തബാധിതരായ ആളുകൾ നേരിടുന്നുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി അവർ EMIയുടെ കരിമ്പട്ടികയിലാണ്. അതുകൊണ്ട് അവർക്ക് ചെറിയ ലോണുകളെടുത്ത് അവർക്ക് അത്യാവശ്യ സാധനങ്ങൾ പോലും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ചുമട്ട് തൊഴിലാളികളടക്കം 6 മാസമായി ജോലിയില്ലാതെ കഴിയുന്നുണ്ട്. ഡ്രൈവർമാരടക്കമുള്ള ആളുകൾ പലതരത്തിലുള്ള പ്രയാസം നേരിടുന്നുണ്ട്. ഇപ്പോൾ വൈദ്യുതിയും ജലവും മുടങ്ങിയത് പല സമയങ്ങളിലേക്കും അവിടെ വൈദ്യുതിയില്ല. കൃഷിയാണെങ്കിൽ ഈ വെള്ളം നല്ല രീതിയിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് അതും മുടങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ സ്ഥായിയായ പുനരധിവാസം നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതിനുള്ള നീക്കങ്ങളും ശ്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വശത്ത്. പക്ഷേ ഈ മനുഷ്യരുടെ, ഈ അതിജീവിച്ച മനുഷ്യരുടെ താൽക്കാലിക പുനരധിവാസം, അവരുടെ ജീവിതം അതിപ്പോഴും പൂർണ്ണമായിട്ടില്ല. ശ്രീ ഹാരിസ്, എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റുന്നത്? ഇത് തുടക്കം മുതൽ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഒരു കണക്കെടുത്തുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിന് വരുന്ന സാമ്പത്തിക ചിലവിൻ്റെയൊക്കെ ഒരു കണക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചയിലൊക്കെ സ്വാഭാവികമായിട്ട് പറഞ്ഞിരുന്നത് ആകെ എത്ര പേരാണ് വീട് നഷ്ടപ്പെട്ടത്, ഇത്ര ആള് വീട് നഷ്ടപ്പെട്ടു, അതിൻ്റെ പുനരധിവാസത്തിന് ആകെ വരുന്ന ചെലവ് ഇത്രയല്ലേ വരുള്ളൂ, അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്ര തുക കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ ഗവൺമെന്റിന് ഇതിപ്പോൾ അടിയന്തരമായി പരിഹരിച്ചാൽ പോരെ എന്നൊക്കെയുള്ള ചർച്ച വരുന്ന സമയത്ത് ഞങ്ങൾ ഇത് പറഞ്ഞിരുന്നു. ഇതിൻ്റെ വ്യാപ്തി അങ്ങനെയല്ല. ഒരു പ്രദേശം ഒന്നായിട്ട് കുത്തിയൊലിച്ചു പോയിട്ടുള്ള ഒരു മഹാദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പല സ്റ്റേജിലാണ് ഇപ്പോൾ ഗവൺമെൻറ്റും ഇടപെടുന്നത്. ആദ്യഘട്ടത്തിൽ നോക്കൂ നിങ്ങൾ, അവിടെ ദുരന്തമുണ്ടായ ഉടനെ അവിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്ക് ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റലും പരിക്ക് പറ്റിയവർക്ക് ചികിത്സ കൊടുക്കലും അതുപോലെ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ അവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കലും അതിൻ്റെ സംസ്കാര പരിപാടിയും ഇതെല്ലാം നടത്തിയത്. അതിനുശേഷമാണ് ഗവൺമെന്റ് ഈ പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്ന ആളുകളിൽ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ കണക്കെടുത്ത് അത്തരത്തിൽ പെടുന്ന കുടുംബങ്ങൾക്ക് വാടക നിശ്ചയിച്ച് അവർക്ക് വാടക വീടുകൾ കണ്ടെത്തി അവിടെ അവരെ പുനരധിവസിപ്പിക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് അവിടെയുള്ള ആളുകളിലേക്ക് ഒരു പ്രദേശം നഷ്ടപ്പെട്ടു പോയി തൊഴിലുറപ്പിനടക്കം പോകുന്ന ആളുകളുണ്ടായിരുന്നു. വിവിധ തൊഴിലെടുക്കുന്ന ആളുകൾ, ടൗണിലെ കച്ചവടക്കാരുണ്ട്, അതുപോലെ അവിടെ ഓട്ടോ ഓടിക്കുന്ന ആളുകളുണ്ട്, അവിടെ ചുമട്ട് എടുക്കുന്ന ആളുകളുണ്ട്, മറ്റിതര തൊഴിലെടുക്കുന്ന ആളുകളുണ്ട്, സ്കൂളിൽ പിന്നെ പോയിരുന്ന കുട്ടികളുണ്ട്, അവിടെ ജോലി എടുത്തിരുന്ന അധ്യാപകരുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഗവൺമെന്റ് ഇടപെടുകയായിരുന്നു. അപ്പോൾ വാടക നിശ്ചയിച്ചു കൊടുത്തു. അവിടെ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് എസ്റ്റേറ്റിൽ തന്നെ ആദ്യഘട്ടത്തിൽ തൊഴിലിന് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിൽ 2 പേർക്ക്, പരിക്ക് പറ്റിയവരുണ്ടെങ്കിൽ 3 പേര്, ആ രീതിയിൽ 300 രൂപ വീതം 18,000 മുതൽ 24,000 വരെ ഓരോ കുടുംബങ്ങളിലും ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങൾക്ക് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് സന്നദ്ധമായി. അവരുടെ വീട്ടു ഉപകരണങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇപ്പോൾ ചികിത്സാ സംവിധാനം തന്നെ പൂർണ്ണമാണ് എന്ന് പറയുന്നില്ല. അതിൻ്റെ വിവരങ്ങൾ വരുന്നതിനനുസരിച്ചാണ് ഗവൺമെന്റ് ചികിത്സക്ക് വേണ്ടി ചെലവഴിച്ച കാര്യങ്ങൾ നമുക്കറിയാം. അതിന്റെ കണക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിന്റെ തുടർ ഒരുപാട് പേരുണ്ട്. നമ്മൾ ആ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്തിരുന്നു. ഇപ്പോൾ തുടർ ചികിത്സ മുടങ്ങിയവരുടെ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ ഉണ്ട് എന്ന് തന്നെയാണോ അങ്ങ് പറയുന്നത്? കൃത്യമായ ശ്രദ്ധ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്ന EMI കരിമ്പട്ടിക ആദ്യഘട്ടത്തിൽ നമ്മുടെ നാട്ടിനകത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ പോലും അവിടെ EMI ഈ ആളുകൾക്ക് വന്ന സർക്കാർ നൽകിയ അടിയന്തര ധനസഹായം 10,000 രൂപ പിടിക്കുന്നതിന് വേണ്ടി തയ്യാറായല്ലോ. അതിശക്തമായ പ്രക്ഷോഭം ഗവൺമെന്റ് ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അതിൽ നിന്ന് മാറിയിട്ടുള്ളത്. ഇപ്പോൾ ഈ രാജ്യത്തിനകത്ത് ആർക്കാ നടപടി സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുക? ഈ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ EMI തവണ വ്യവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വിവിധ വീട്ടുപകരണങ്ങൾ പോലും വാങ്ങേണ്ട ആളുകൾക്ക് ഇപ്പോൾ ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത
എന്നാൽ ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ പോലും ഇതിന്റെ പരിധിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഇതിനകത്ത് കൃത്യമായി നിലപാട് സ്വീകരിക്കാൻ കഴിയുക കേന്ദ്ര ഗവൺമെന്റിനാണ്. ഈ രാജ്യത്ത് അതിന്റെ കീഴിൽ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ. അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ട് മേപ്പാടി പഞ്ചായത്തിൽ വരുന്ന പിൻകോഡുകാരൻ നോക്കൂ. ഞാൻ പുത്തൂർവേലുകാരനാണ്. ഞാൻ മേപ്പാടി പഞ്ചായത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തിലെ പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡിനകത്ത് വരുന്നവരാണ്. എനിക്ക് EMI കിട്ടില്ല. അതുപോലെ ഇതുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെയൊക്കെ ഈ കരിമ്പട്ടികയിൽപ്പെടുത്തുമ്പോൾ അവിടെ ഇടപെടേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ ഒരു ഇടപെടലും കേന്ദ്ര ഗവൺമെന്റ് മാത്രമില്ല.